അനന്തപുരിയുടെ നഗരഹൃദയത്തിൽ ഒരു അമ്പാടിയുണ്ട്. വഴുതക്കാട് ടാഗോർ തിയേറ്ററിന് സമീപമുള്ള ദർശന എന്ന വീട്ടിൽ വിവിധ ഭാവങ്ങളുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ ഒരു കുറൂരമ്മയുണ്ട്. ആ വിശേഷങ്ങൾ കാണാം. ായ ശാന്താസി നായരാണ് ഈ അമ്പാടിയിലെ കുറൂരമ്മ. കുഞ്ഞുനാൾ മുതലേ കൃഷ്ണഭക്തിയായ ഈ അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. 6 തലമുറകളായിട്ട് ഞങ്ങളെല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്. ചാലപ്പുറത്തെ ഉണ്ണികൃഷ്ണനാണ് ഞങ്ങളുടെ ഇഷ്ടദൈവമായ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ. 150 വർഷത്തിലധികം പഴക്കമുള്ള ഗുരുവായൂരപ്പന്റെ ചിത്രമുണ്ടിവിടെ. ഏറ്റവും പഴക്കമുള്ള വിഗ്രഹം വെച്ചാൽ ഒരു 150-200 കൊല്ലത്തിന് മുമ്പ് ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം എൻ്റെ അപ്പൂപ്പൻ പൂജിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് ഇങ്ങനെയേ ആയിരുന്നില്ല. ഇപ്പം കാണുമ്പോഴത്തെ പടങ്ങ അല്ല അന്നത്തെ പടം, ഒരു വ്യത്യാസമാണതിന്. എന്നാൽ അതിന് വളരെ 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 ശക്തിയാണ്. എൻ്റെ അച്ഛന് വളരെ സീരിയസ് ആയിട്ട് കിടന്ന സമയത്ത് പോലും ഞങ്ങൾ അതിൽ കിടാവിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. എത്ര എളുപ്പമാണ് അച്ഛൻ നടന്നു തുടങ്ങിയത്. ആദ്യം നടന്നു തുടങ്ങിയാൽ ഗുരുവായൂർ പോകാൻ നേർന്നു. അപ്പം തന്നെ 41 ആയില്ല, അതിന് മുമ്പ് അച്ഛൻ നടന്നു തുടങ്ങി. കളഭച്ചാർ തണിയിച്ച ഭഗവാൻ കൃഷ്ണന്റെ ചിത്രമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടെ എൻ്റെ പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഫോട്ടോയാണത്. അതിൽ എനിക്ക് ആ ഭഗവാനെ ചന്ദനം ചാർത്താനുള്ള അല്ലെങ്കിൽ കളഭം അണിയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് സജീവ ചൈതന്യമായിട്ടാണ് അവിടുന്ന് അതിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യക്ഷമാണ് എനിക്ക്, അനുഭവമാണ് എനിക്ക്. ഓരോ ദിവസവും അവിടുത്തെ ഇച്ഛയും അതുകൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. സർവവും എനിക്ക് കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. തനിക്ക് കൂട്ടായി ആ ദേവസാന്നിധ്യമുണ്ടെന്ന് പറയുമ്പോൾ ശാന്താസി നായർക്ക് 100 നാവാണ്. ദർശനയെ പറ്റി കേട്ടറിഞ്ഞെത്തുന്നവരും ഒരുപാടാണ്. അവരെല്ലാം കൃഷ്ണ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ സമ്മാനിക്കാറുണ്ട്. അവ നമുക്കിവിടെ കാണാം. വെണ്ണയുണ്ണുന്ന കണ്ണൻ, രാസലീല ഭാവത്തിലുള്ള രാധാകൃഷ്ണന്മാർ, ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ വിവിധ ഭാവങ്ങളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഇവിടെയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.